ഹായ്, എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രമാണ് നാവായിക്കുളം ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം. അവിടുത്തെ 9ാം ഉത്സവമാണെന്ന്. അമ്പലത്തിലോട്ട് പോകുമ്പോൾ തന്നെ റോഡിൽ വെച്ച് ഫ്ലോട്ടുകളെല്ലാം കണ്ടു. അതിലൊരു ശിവൻ്റെ ഫ്ലോട്ട് ഉണ്ടായിരുന്നു. ശിവൻ്റെ ഫ്ലോട്ടിങ് അടുത്തെത്തിയപ്പോഴത്തേക്കും ശിവൻ്റെ ജടയിൽ ഒളിച്ചിരുന്ന ഗംഗ ഇങ്ങ് പുറത്ത് ചാടി. അവിടെ നിന്ന് നമ്മളെ എല്ലാവരും നനയിച്ചു. ഞാനാണെങ്കിൽ ഫോൺ എടുത്ത് വെച്ച് വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്നല്ലേ കല്ലും മണ്ണും വാരി എറിയുന്ന കണക്ക് തുള്ളിക്കൊരു കൂടം എന്ന് പറയുന്നത് പോലെ വെള്ളമെല്ലാം വന്നിങ്ങ് വീണ്. ഞാൻ കരുതി മഴ പെയ്തു നനഞ്ഞ് ഊറ്റിയതാണെന്നാണ്. പക്ഷേ പിന്നെയാണ് മനസ്സിലായത് മഴ പെയ്തതല്ല, ശിവൻ്റെ ജടയിൽ ഒളിച്ചിരുന്ന ഗംഗ ചെയ്തു വെച്ച വേലയാണെന്ന്. പിന്നെ നമ്മൾ അവിടുന്ന് അതും കണ്ടിട്ട് ക്ഷേത്രത്തിലോട്ട് പോയി. കാറിലല്ല, സ്കൂട്ടിയിലാണ് പോയത്. സ്കൂട്ടി ആകുമ്പോഴത്തേക്ക് ക്ഷേത്രം മുറ്റം വരെ പോകാൻ പറ്റും. കാറാകുമ്പം എവിടെയെങ്കിലും കൊണ്ടിട്ട് പിന്നെ നമുക്ക് നടക്കേണ്ടി വരും കൊച്ചുങ്ങളെയും കൊണ്ട്. അതുകൊണ്ട് പിന്നെ സ്കൂട്ടിയിലാണ് പോയത്. ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തി. പടിഞ്ഞാറേ നടയിലാണ് എത്തിയത്. അവിടെ എത്തിയപ്പോഴത്തേക്കും അവിടെ ചെണ്ടക്കൊട്ടും മേളമൊക്കെ വരുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മളതെല്ലാം കണ്ടിട്ടാണ് പിന്നെ അകത്തോട്ട് പോയത്. ആ ചെണ്ടമേളത്തിൻ്റെ കൂടെ തന്നെ ലൈറ്റും മിന്നി പേപ്പർ പൊഴിക്കുന്ന വണ്ടിയും ഉണ്ടായിരുന്നു. നമ്മളവിടെ കണ്ടുകൊണ്ട് നിന്നപ്പോൾ നമ്മുടെ മേലെ തന്നെ അത് തലയിൽ കൂടെ അത് പേപ്പർ പൊഴിച്ചു തന്നു. മീനുവാണെങ്കിൽ ഭയങ്കര ചിരിയായിരുന്നു. അത് കണ്ട വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും പേപ്പർ പൊഴിഞ്ഞ് വീഴുന്നത്. അവൾ നല്ല ചിരിയായിരുന്നു. പിന്നെ ഇത്രയും അടുത്ത് വെച്ച് ഞാനും ആരാണ് ഇങ്ങനെ ചെണ്ടക്കൊട്ട് കാണുന്നത്. മറ്റേത് ഏതെങ്കിലും മൂലയിൽ നിന്ന് കാണുക, ആൾക്കാരെ തലയും മൂടും മാത്രമേ കാണാൻ പറ്റൂ. ചെണ്ടയുടെ സൗണ്ടും കേൾക്കാൻ പറ്റും. ഇതാകുമ്പോൾ എല്ലാം അടുത്ത് നിന്ന് തന്നെ കാണാൻ കഴിഞ്ഞു. മീനുവിന് ഭയങ്കര സന്തോഷമായി പേപ്പറൊക്കെ വന്ന് തലയിൽ കൂടെ വീണപ്പോഴത്തേക്ക്. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ ക്ഷേത്രത്തിലോട്ട് പോയി. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് നാലമ്പലമാണ്. ഇതിൻ്റെ അകത്താണ് ക്ഷേത്ര ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഫുള്ളും കളർ ലൈറ്റായിരുന്നു. കളർ ലൈറ്റ് ഇല്ലാത്ത ഒരു ഭാഗം പോലും ഇല്ലായിരുന്നു. തൂണിലും തുരുമ്പിലും ദൈവം എന്ന് പറയുന്നത് തൂണിലും തുരുമ്പിലും എല്ലാം കളർ ലൈറ്റായിരുന്നു. ഈ കാണുന്നത് ക്ഷേത്രത്തിൻ്റെ അവിടെയുള്ള തിരക്കും കാര്യങ്ങളും ഒക്കെയാണ്. ഇതെൻ്റെ ഹസ്ബൻഡും കൊച്ചുമാണ്. ഇത് കിഴക്ക് ഭാഗമാണ്, കൊടിമരമാണ്. കൊടിമരത്തിൽ കൊടികേറി കിടക്കുകയാണ് ഉത്സവത്തിൻ്റെ. ആ കാണുന്ന ക്യൂ തൊഴുവാൻ നിൽക്കുന്നവരുടേതാണ്. നല്ല ക്യൂ ഉണ്ടായിരുന്നു, നല്ല തിരക്കായിരുന്നു. നമ്മളും അകത്ത് കയറി തൊഴുതു. പിന്നെ അകത്തോട്ട് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല, അതുകൊണ്ട് അതൊന്നും എടുത്തിട്ടില്ല. പിന്നെ തൊഴുതിട്ടിങ്ങ് വെളിയിൽ വന്നിട്ട് നമ്മളുടെ സ്വയമേ ഫോട്ടോഷൂട്ട് നടത്തി. മീനും ആദൂനെയും എടുത്തുകൊണ്ട് നടക്കുകയായിരുന്നു. അവിടെയുള്ള കളർ ലൈറ്റുകൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതാണ്. ബാക്കിയുള്ളത് കൊള്ളൂല എന്നല്ല, ഇതെന്തൊരു പ്രത്യേക ഭംഗി തോന്നി. ഈ കാണുന്നത് കിഴക്ക് ഭാഗത്തോട്ടുള്ള ഭാഗമാണ്. ഇവിടെ കളർ ലൈറ്റ് ഉണ്ട്. അവിടെ ഇഷ്ടംപോലെ കൊച്ചു കച്ചവടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് മീനുവിനെയും കൊണ്ട് നേരെ കച്ചവട സ്ഥലത്തോട്ട് പോയി. അപ്പോൾ അവൾക്ക് 150 രൂപയുടെ ഫാൻ വേണം. ഞാൻ ചോദിച്ചു, മക്കളെ വീട്ടിൽ ഫാൻ ഉണ്ടല്ലേ, എന്തിനാണ് ഈ ഫാന്? അമ്മ എനിക്ക് കറണ്ട് പോകുമ്പോൾ ഫാൻ വേണം എന്നാണ് അവൾ പറഞ്ഞത്. അങ്ങനെ 150 രൂപയുടെ ഫാൻ അവൾക്ക് മേടിച്ചു കൊടുത്ത്. അതുവിൻ്റെ അച്ഛൻ അവൻ്റെ കാറും മേടിച്ചു കൊടുത്ത്. മീനിന് അത് പോരായിരുന്നു. ഉടനെ ലുഡോയുടെ ബോർഡ് വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മക്കളെ മേടിക്കാൻ പറ്റത്തില്ല, ഒന്ന് മേടിച്ചല്ല, അത് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് ഒക്കത്തില്ല. പിന്നെ അങ്ങോട്ട് നിലവിളക്കിണക്കിരുന്ന് നമുക്കൊന്നും കരിവിളക്ക് മേടിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അവളെയും കൊണ്ട് നമ്മൾ നേരെ അങ്ങ് കിഴക്ക് ഭാഗത്ത് ഗോപുരം കാണാൻ പോയി. അവിടെ കിഴക്ക് ഭാഗത്തെ ഗോപുരത്തിൽ ഇങ്ങനെ ലൈറ്റ് ഷോ നടക്കുന്നുണ്ടായിരുന്നു. അതായത് പാട്ടിനനുസരിച്ച് ലൈറ്റ് ഇങ്ങനെ മിന്നി മായുമായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. സൂപ്പർ ഫണ്ടാസ്റ്റിക് എന്നൊക്കെ പറയേണ്ടി വരും. പിന്നെ അതൊന്നും കണ്ടിട്ട് മീനുവിൻ്റെ മുഖത്ത് ഒരു സന്തോഷവും തിളക്കവും ഒന്നും ഇല്ലായിരുന്നു. കാരണം അവൾക്ക് ലുഡോയുടെ ബോർഡ് മേടിച്ചു കൊടുത്തില്ലല്ലോ. പിന്നെ ഞാൻ അവളെയും കൊണ്ട് രണ്ടാമത് വീണ്ടും പോയി ലുഡോയുടെ ബോർഡ് മേടിക്കാനായിട്ട്. അവിടെ ചെന്നപ്പോഴത്തേക്ക് 100 രൂപയുടെ ലുഡോയുടെ ബോർഡ് അപ്പോഴത്തേക്ക് 120 കാരണം അയാൾക്കറിയാം രണ്ടാമത് നമ്മൾ വീണ്ടും ചെന്നതാണ്. അപ്പോഴത്തേക്ക് സാധനം മേടിക്കും. അപ്പോഴത്തേക്ക് അതിന് ഡിമാൻഡ് കൂടി. പിന്നെ 120 അത് മേടിച്ചു കൊടുത്ത്. അപ്പോഴത്തേക്കൊക്കെ ജ്യൂസ് വേണം. പിന്നെ ജ്യൂസ് മേടിച്ച്, കോളിഫ്ലവർ ഫ്രൈ മേടിച്ച്, അതെല്ലാം മേടിച്ചു. സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ പേഴ്സിൽ 500-ൻ്റെ 200-ൻ്റെ 2 പളവളാമിന്നുന്ന നോട്ടുണ്ടായിരുന്നു. വീട്ടിൽ ചെന്നപ്പോഴാണ് അയ്യോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന 10-ൻ്റെ 20-ൻ്റെ നോട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നെ സാമ്പത്തികപരമായിട്ട് എനിക്ക് വിഷമം വന്നെങ്കിലും എൻ്റെ കൊച്ചുങ്ങളുടെ മുഖം, ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖം ആലോചിച്ചപ്പം ഞാൻ സ്വയമേ അങ്ങ് സമാധാനിപ്പിച്ചു. ഇതിപ്പോൾ അവർ കടയിൽ നിന്നൊക്കെ ഓരോന്നും മേടിക്കുന്നതാണ് ഇതിനകത്ത് കാണുന്നത്. ഇവിടെ നിന്ന് പിന്നെ നമ്മളങ്ങ് ക്ഷേത്രത്തിൻ്റെ അടുത്തോട്ട് തന്നെ പോയി. ആദ്യം ആ കാറും വെച്ച് അവിടെ നിന്നും തലേ കയ്യും വെച്ചൊക്കെ ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നത് ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് അവിടെ കൊണ്ടുവന്ന ആനയാണല്ലോ. ക്ഷേത്രത്തിലെ ആനയില്ല. ക്ഷേത്രത്തിലെ ആനയുടെ പേര് ദേവനാരായണൻ എന്നാണ്. അതിന് അല്പം മതപ്പാടിലാണ്. അതായത് ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിനകത്തോട്ട് കയറുമ്പോൾ മാത്രമേ അതിന് മതപ്പാടുള്ളൂ. ക്ഷേത്രത്തിനോട് വെളിയിലിറങ്ങിയാൽ ഒരു മതപ്പാടും ഇല്ല.
അത് മറ്റ് ക്ഷേത്രങ്ങളിലെ ഉത്സവത്തിനൊക്കെ അതിനെ കൊണ്ടുപോകും. അപ്പോഴൊന്നും അതിനൊരു കുഴപ്പമില്ല. ഈ ക്ഷേത്രത്തിൽ കയറുമ്പോൾ മാത്രമേ അതിന് പ്രശ്നമുള്ളൂ. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് നല്ല സൂപ്പർ ഊണായിരുന്നു. കടല പായസവും കൂട്ടി നല്ല ഊണുണ്ടായിരുന്നു. അങ്ങനെ ഉത്സവമൊക്കെ അടിച്ച് പൊളിച്ചു, ആറുമാദിച്ചു. ഇനി നമുക്ക് അടുത്ത ഒരു വർഷത്തേക്ക് കാത്തിരിക്കാം, അടുത്ത ഒരു മേടത്തിലെ ഉത്രട്ടാതിക്ക് വേണ്ടി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കണ്ടതിൽ വളരെ സന്തോഷം. താങ്ക്സ്.